നമസ്കാരം. ദക്ഷിണ കൊറിയയെ തന്നെ ഞെട്ടിച്ച തെക്കുകിഴക്കൻ മേഖലയിൽ കാട്ടുതീ ആളിക്കത്തുന്നതായി വിവരങ്ങൾ. കാട്ടുതീയിൽ 18 പേർ ഇതുവരെ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പൊള്ളലേറ്റു. ആയിരക്കണക്കിന് അഗ്നിശമന സേനാംഗങ്ങളും സൈന്യവും ചേർന്ന് അതിവേഗം പടരുന്ന തീ നിയന്ത്രിക്കാൻ ഇപ്പോൾ പ്രയത്നിക്കുകയാണ്. 12-ലധികം പ്രദേശങ്ങളാണ് തീ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. കാട്ടുതീയെ തുടർന്ന് ഏകദേശം 27,000 ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. മരിച്ചവരിൽ ഒരാൾ അഗ്നിശമന വിഭാഗത്തിന്റെ ഹെലികോപ്റ്റർ പൈലറ്റുമുണ്ട്. ഹെലികോപ്റ്റർ ഉയ്സോങ്ങിലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീണതാണ് അപകടം. കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാർ അപകടത്തിൽപ്പെട്ട് തീപിടിച്ചാണ് 4 പേർ മരിച്ചത്. വെള്ളിയാഴ്ച ആരംഭിച്ച കാട്ടുതീ ഇതുവരെയും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല. ദുരന്ത പ്രദേശങ്ങളിൽ നിന്നും 27,000 പേരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. 200-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചതായി അധികൃതർ അറിയിച്ചു. നിരവധി വീടുകൾ, ഫാക്ടറികൾ, വാഹനങ്ങൾ എന്നിവ നശിച്ചു. 1300 വർഷം പഴക്കമുള്ള ഗൗൺസ് ബുദ്ധക്ഷേത്രം തീയിൽ കത്തി നശിച്ചതായി കൊറിയ ഹെറിറ്റേജ് സർവീസും അറിയിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ വിലപ്പെട്ട നിധികളിൽ ചിലത് മാറ്റിയെങ്കിലും തടി ഉപയോഗിച്ചുള്ള പ്രധാന കെട്ടിടങ്ങൾ തീയിൽ അകപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച ആരംഭിച്ച കാട്ടുതീയിൽ ഇതുവരെ 43,330 ഏക്കറോളം ഭൂമി കത്തി നശിച്ചു. 130 ഹെലികോപ്റ്ററുകൾ, 4,650 അഗ്നിശമന സേനാംഗങ്ങൾ, സൈനികർ എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീകളിലൊന്നാണ്. തീ അണയ്ക്കാൻ എല്ലാ ശക്തിയും പ്രയോഗിക്കുമെന്നും ദക്ഷിണ കൊറിയ ആക്ടിംഗ് പ്രസിഡന്റ് ഹാൻ ടെക്-സൂ പറഞ്ഞു. മിക്ക പ്രദേശങ്ങളിലും തീ അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും കാറ്റ് ശക്തമായതോടെ വീണ്ടും പടരാൻ സാധ്യതയുണ്ട്. വ്യാഴാഴ്ച 5 മുതൽ 10 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിക്കുന്നതിനാൽ തീ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വിചാരിക്കുന്നത്. വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും കാട്ടുതീ നിയന്ത്രണത്തിന് വലിയ വെല്ലുവിളിയാവുകയാണ്. അതിനാൽ തെക്കുകിഴക്കൻ നഗരങ്ങളിലെ ഉദ്യോഗസ്ഥർ 3000-ഓളം കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചിട്ടുള്ളത്. ഉയ്സോങ്, സാൻഷിയോങ്, ഉൽസാൻ എന്നിവിടങ്ങളിലാണ് കാട്ടുതീ ഏറ്റവും കൂടുതൽ നാശം വിതച്ചത്.